ഹലോ ചെങ്ങായീസ്, എല്ലാവർക്കും കവിസ്dreamtubeലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ കാർഡ് ഒക്കെ ഉണ്ടാക്കില്ല, നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ. അപ്പോൾ കാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള പേപ്പറാണ്, അത് ഇച്ചിരി കട്ടിയുള്ള പേപ്പർ. അപ്പോൾ നിങ്ങൾ നോർമൽ പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇച്ചിരി കട്ടി വേണം ഇതിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചാർട്ട് പേപ്പറിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ഒന്ന് ഡിസൈനൊക്കെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വൈറ്റ് കളറായിരിക്കും, ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ഡിസൈനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിൽ മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അത് അങ്ങനെ 4 സൈഡിലും അങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. ടോട്ടൽ 24 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്കതിനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പേപ്പർ ഞാനിങ്ങനെ ബുക്കായിട്ട് വാങ്ങിച്ചു വെച്ചുകൊണ്ട് വരില്ല, അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 രൂപയ്ക്കൊക്കെ ഒരു ഷീറ്റിന് 10 രൂപ വെച്ച് ഇങ്ങനത്തെ പേപ്പറുകൾ അവൈലബിൾ ആണ് കേട്ടോ. അത് ഞാൻ നെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതല്ല നമ്മൾ ലോക്കൽ ക്രാഫ്റ്റൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ പരസ്പരം അതിനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലൈനുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. 4 സൈഡിലും ഇതേ സെയിം മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ലൈൻസ് തമ്മിൽ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ആ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ പോർഷൻ 4 എടുത്തും അതുപോലെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡിലെയും സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫസ്റ്റ് ലൈനിൻ്റെ കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കോമ്പസ് എടുത്തിട്ട് അതിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു നമ്മൾ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തിയില്ലേ, അവിടെ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ വരച്ചെടുക്കുക. അപ്പം 4 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ 4 സൈഡിലും അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മുകൾ വശത്തെ ഒരു കോളം പോലെ വരുന്നില്ലേ, ആ ഒരു പോർഷനിൽ നമ്മളൊരു 0.5 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ മെഷർമെൻ്റ് എടുത്ത് കൊടുക്കുക. 2 വശത്തായിട്ട് 0.5 സെൻറ്റിമീറ്റർ. അത് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അവിടെ 0.5 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ താപ്പോട്ടേക്ക് ഇങ്ങനെ താപ്പോട്ട് ആ ഒരു സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് കോർണറിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. താഴ്വശത്തും ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴ്വശത്താകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പേപ്പർ കാണാനായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ കോർണറൊക്കെ വരച്ചു കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് അത് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നുമില്ല, നമുക്ക് ഇത് ആ ഒരു സ്കെയിൽ വെച്ചിട്ട് ഫുൾ അതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം എങ്കിലേ അത് നമുക്ക് ഈസി ആയിട്ട് മൊത്തത്തിൽ അതിനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ മാർക്ക് വീഴുന്ന പോലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാർക്ക് വീഴുന്ന പോലെ നന്നായിട്ട് അതിനെ ഫോൾഡ് ചെയ്തെടുക്കുക. അത്രയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് മൊത്തത്തിലൊരു ബോക്സ് പോലെ ഫോൾഡ് ചെയ്യണ്ടേ. അതിനായിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അവിടെ നമുക്ക് ഫെവിക്കോളോ എന്താണോ നിങ്ങളുടെ ഒരു ഗ്ലൂ ഉള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ അങ്ങനെ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടയ്ക്കുന്നതിലാണ് ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടായിരിക്കും അത് കാണാനായിട്ട് നല്ല ലുക്കായിരിക്കും. മൊത്തത്തിൽ ബോക്സ് അങ്ങനെ ഡയറക്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നോർമലി കാണുന്ന ക്ലോസ് ചെയ്യുന്നതിന് പകരം ഇത് ഇങ്ങനെ ഒന്ന് പൊക്കി ആ ഒരു സൈഡിൽ നിന്ന് പൊക്കി വെച്ചിട്ട് അടയ്ക്കുകയാണ് നല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കമ്മൽ ജസ്റ്റ് ഒന്ന് ഇടുകയാണ്, പുതിയ കമ്മൽ. നമ്മളിപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ബോക്സ് ഇങ്ങനെ ഒന്ന് അടച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഓക്കെ,
അപ്പോൾ ആ ഒരു ഷേപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇനി ഞാനൊരു കുഞ്ഞൊരു റിബൺ പോലെ എടുത്തിട്ടുണ്ട്, അതിലൊരു മുത്തും എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു മുത്ത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഫുള്ളിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ആ മുത്ത് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അതിൻ്റെ പിക്സൊക്കെ അയച്ചു തരാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോടൊപ്പം ചേർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവീസ് ഡ്രീം ട്യൂബ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണോട് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റൊരു ബോക്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.